മാഷിൻ്റെ സ്വന്തം അപ്പു ഭാഗം 33. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. നന്ദ, എടുത്തുചാടി ഒന്നും ചെയ്യരുത്, നമുക്കൊന്നുകൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ പോരെ? വിഷ്ണു അല്പം മുന്നിലേക്ക് വന്ന് നന്ദനോടായി ചോദിച്ചു. നിനക്ക് എൻ്റെ ഒപ്പം വരാൻ കഴിയുമെങ്കിൽ വരാം, നീ വന്നില്ലെങ്കിലും ഞാൻ പോകും വിഷ്ണു. നന്ദൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു. ഭാർഗവൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും മാത്രമായി പോകണ്ട, ഞാനും കൂടി വരാം. ഭാർഗവൻ നന്ദനോടും വിഷ്ണുവിനോടുമായി പറഞ്ഞു. അച്ഛൻ കൂടെ വരണമോ വേണ്ടയോ എന്നൊക്കെ പറയാൻ നന്ദന് കഴിഞ്ഞില്ല. ഭാർഗവൻ അകത്തേക്ക് പോയി വേഗം ഡ്രസ്സ് മാറി വന്നു. 3 പേരും കൂടി കാറിലാണ് പോയത്. അപ്പുവിൻ്റെ വീടിനടുത്ത് എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. 3 പേരും കാറിൽ നിന്നിറങ്ങി. വിഷ്ണു കയ്യിലുള്ള കുട നിവർത്തി നന്ദന് നേരെ കാണിക്കുമ്പോൾ നന്ദൻ കാറിൽ നിന്നിറങ്ങി മഴയിലൂടെ നനഞ്ഞ് അപ്പുവിൻ്റെ വീടിന് മുന്നിൽ ചെന്ന് നിന്നു. പിന്നാലെ തന്നെ കുടയിൽ വിഷ്ണുവും ഭാർഗവനും. അകത്തുനിന്നും കുഞ്ഞാപ്പുവുമായി പുറത്തേക്ക് വന്ന രഘു കാണുന്നത് മഴയിൽ നനഞ്ഞൊലിച്ചു നിൽക്കുന്ന നന്ദനെയാണ്. രഘു ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. പിന്നാലെ നിൽക്കുന്ന വിഷ്ണുവിലും ഭാർഗവനിലേക്കും കണ്ണുകൾ ചെന്നുടക്കി നിന്നു. അയാൾക്ക് നന്ദൻ ഒറ്റയ്ക്കല്ല എന്ന് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി. അകത്തേക്ക് കയറി വരൂ. ഭാർഗവനെ നോക്കിയാണ് രഘു അത് പറഞ്ഞത്. വിഷ്ണുവും ഭാർഗവനും അകത്തേക്ക് കയറി കൈവരിയിലിരുന്നു. പിന്നിൽ നിന്ന് നന്ദൻ അടുത്തേക്ക് രഘു ഇറങ്ങി വന്നു. മാഷകത്തേക്ക് കയറിയിരിക്കുക. നന്ദൻ രഘുവിനെ മുഖമുയർത്തി നോക്കി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വിഷ്ണുവിനടുത്തായി കൈവരിയിലിരുന്നു. നന്ദൻ മുഖമുയർത്തി രഘുവിനെ നോക്കി. എനിക്ക് അപ്പുവിനെ ഒന്ന് കാണണം. രഘു ഭാർഗവനെയും വിഷ്ണുവിനെയും മാറി മാറി നോക്കി അകത്തേക്ക് പോയി. അപ്പുവിൻ്റെ മുറിക്ക് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ രഘുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ഹാളിലിരിക്കുന്ന അനീഷ് കുഞ്ഞാപ്പുവുമായി പുറത്തേക്ക് വന്നു. എന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? അകത്തേക്കിരിക്കാം, അനീഷ് 3 പേരോടുമായി പറഞ്ഞു. അപ്പടി നനഞ്ഞിരിക്കുകയാണ് മോനെ, അതുകൊണ്ട് സാരമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഭാർഗവനാണ് അനീഷിനുള്ള മറുപടി കൊടുത്തത്. രാധയും സിമിയും അപ്പുവിനടുത്ത് നിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രഘു അവർക്കരികിലേക്ക് ചെന്നത്. മോളെ കാണാൻ പുറത്തൊരാൾ വന്നു നിൽപ്പുണ്ട്, ഒന്ന് അതുവരെ വാ. അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞൊപ്പിച്ചുകൊണ്ട് രഘു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സിമിയും രാധയും രഘു പോയ വഴിയെ നോക്കി മുഖത്തോട് മുഖം നോക്കി. ഇവളെ കാണാൻ ആര് വന്നിരിക്കുന്നു? രാധ ആത്മകഥം പോലെ പറഞ്ഞു. അപ്പു പോകണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. എന്തുകൊണ്ടോ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നു. തനിക്ക് പ്രിയപ്പെട്ടതെന്തോ കയ്യകലത്തിലുള്ളതുപോലെ ഒരു തോന്നൽ. ഓടിച്ചെല്ലണമെന്നുണ്ട്, പക്ഷെ കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. നിൽക്കുന്നിടത്ത് നിന്നും ഒരടി പോലും അനങ്ങാൻ കഴിയുന്നില്ല. തൊണ്ട വരളുന്നു. അപ്പു കണ്ണുകൾ ഇറുക്കി അടച്ചു. വലത് കൈകൊണ്ട് നെഞ്ചകം ഞെക്കിപ്പിടിച്ചു. കാലുകൾ വലിച്ചു നീട്ടി ഉമ്മറത്തേക്കെത്തി. ഉമ്മറത്തെത്തി അവൾ നോക്കുമ്പോൾ കണ്ടു കുഞ്ഞാപ്പുവിനെ മടിയിൽ വെച്ചിരിക്കുന്ന നന്ദനെ. കുഞ്ഞാപ്പു അവൻ്റെ മുഖത്ത് ആകമാനം ചുംബിക്കുന്നു. അവൻ്റെ താടിയിൽ കൈകൾ കടത്തി കുലുങ്ങിച്ചിരിക്കുന്നു. ഒരേങ്ങലോടുകൂടി അപ്പു ചുമരിലേക്ക് ചാരി നിന്നു. നന്ദൻ ശബ്ദം കേട്ടുകൊണ്ട് നോക്കുമ്പോൾ ചുവരിൽ ചാരി നിന്ന് കരയുന്ന അപ്പുവിനെയാണ് കാണുന്നത്. നന്ദൻ നോക്കി കാണുകയായിരുന്നു അവൻ്റെ അപ്പുവിനെ. പഴയ അപ്പുവിൽ നിന്നും അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. നന്ദൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പു, മോളെ. അപ്പു 2 കൈകളും അവൻ്റെ നേർക്ക് തൊഴുതു പിടിച്ചു. എന്നെ ഇനി അങ്ങനെ വിളിക്കരുത് മാഷേ. അപർണ, അത് മതി. മാഷെന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഞാൻ ആരുടെയും അപ്പു അല്ല. നിങ്ങളുടെയൊക്കെ ആ പഴയ അപ്പു എന്നോ മരിച്ചു. ആ അപ്പു മരിച്ചു മാഷേ. ആ അപ്പു ഇല്ല ഇപ്പോൾ. അറിഞ്ഞില്ലേ മാഷ്? ഇതൊന്നും അറിഞ്ഞില്ലേ? എല്ലാം പോയി മാഷേ. അച്ഛൻ്റെ കടപ്പാടും മാഷിൻ്റെ ത്യാഗവും എല്ലാം ചേർന്ന് അപ്പുവിനൊരു ജീവിതമുണ്ടാക്കി തന്നില്ലേ? ആ ജീവിതം കൺമുന്നിൽ തകർന്നടിഞ്ഞു പോയി. മാസങ്ങൾ മാത്രം നീണ്ടു നിന്ന ആ ജീവിതത്തിൽ അപ്പുവിനാകെ കിട്ടിയ സമ്പാദ്യം അവളൊരു ഭ്രാന്തിയെ പോലെ കുഞ്ഞാപ്പുവിനെ വാരിയെടുത്തു. ആ കുഞ്ഞിൻ്റെ മുഖം മാറോട് ചേർത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഒരിക്കൽ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ആ മനുഷ്യനെ. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളിൽ തന്നെ എല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. മനസ്സിൽ ഒരാൾക്ക് ഇടം കൊടുത്തിട്ട് ശരീരം മറ്റൊരാളുമായി പങ്കുവയ്ക്കാൻ കഴിയില്ലെന്ന് കരഞ്ഞു പറഞ്ഞു. ആ നിമിഷം എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു.
മാഷിൻ്റെ ഒപ്പം പോകണമെങ്കിൽ അതും ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എന്നോട് ചോദിച്ചത്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാലും നിന്റെ മാഷ് നിന്നെ സ്വീകരിക്കുമോ എന്ന്. പക്ഷേ എന്നെ അങ്ങനെ തിരികെ കൊണ്ടുവന്ന് വിട്ടാൽ എൻ്റെ മാഷ് സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അപ്പു വീണ്ടും തോറ്റുപോവില്ലേ? ഒരു മുറിക്കിൽ ഉള്ളിൽ തന്നെ അപരിചിതരെ പോലെ കഴിഞ്ഞു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ സ്നേഹനിധിയായ ഭാര്യയും ഭർത്താവും, ഒരു മുറിക്കുള്ളിൽ അന്യരായ രണ്ട് വ്യക്തികളെപ്പോലെ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി. നല്ല സുഹൃത്തുക്കൾ പോലും ആകാൻ കഴിയും മുമ്പ് ഒരിക്കൽ ബാക്കി പറയാനാകാതെ അപ്പു പിന്തിരിഞ്ഞു നിന്നു. ആരെയും ഞാൻ കുറ്റം പറയില്ല, എൻ്റെ വിധിയെപ്പോലും. സ്നേഹിച്ച് സ്നേഹമെന്ന വാക്കിന് പദം വന്നപ്പോൾ എൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ചു പോയി മാഷ്. ആർക്ക് വേണ്ടിയായിരുന്നു മാഷേ? എല്ലാം അപ്പുവിന് വേണ്ടിയായിരുന്നോ? എൻ്റെ സ്നേഹമെല്ലാം പിടിച്ചു പറ്റി എന്നെ എന്തിനാ മാഷെ ഒഴിവാക്കിയത്? അപ്പു പാവമല്ലായിരുന്നോ? മാഷിൻ്റെ അപ്പുവായിരുന്നില്ലേ? മറ്റാരെക്കാളും നന്നായി മാഷ് അപ്പുവിനെ മനസ്സിലാക്കിയിരുന്നില്ലേ? മരിക്കാൻ പോലും എന്നെ അനുവദിച്ചില്ലല്ലോ. അതിനുള്ള അവകാശം പോലും മാഷ് എന്നിൽ നിന്നും പിടിച്ചു വാങ്ങിയില്ലേ? നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു. മാപ്പ്. ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പ്രാണൻ പറിച്ചെടുക്കുന്ന വേദനയിൽ നിന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നു. നിന്റെ അച്ഛൻ്റെ വാക്കുകൾ അതേപടി അനുസരിക്കേണ്ടി വന്നു. എല്ലാം നിന്റെ നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു അപ്പു. അപ്പു രണ്ട് കൈകൾ കൊണ്ടും ചെവികൾ കൊട്ടിയടച്ചു. കേൾക്കണ്ട എനിക്ക്, ഇനി ആ വാക്ക് എനിക്ക് കേൾക്കണ്ട. അവൾ ഒന്നുകൂടി മുന്നോട്ട് വന്ന് നന്ദൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചു. അവനെ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അപ്പുവിൻ്റെ നല്ലതാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഈ മാറിൽ ചേർത്ത് പിടിച്ച് എല്ലാവരോടും ഉറക്കെ വിളിച്ച് പറയില്ലായിരുന്നോ നന്ദൻ്റെ അപ്പുവാണെന്ന്? ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. എന്നിട്ട് അത് ചെയ്തോ? എന്തായി? അപ്പുവിന് നല്ലത് വന്നില്ലേ? 6 മാസത്തെ ദാമ്പത്യവും വിധവാവേഷവും അച്ഛനും സന്തോഷമായില്ലേ മോളുടെ രാജയോഗം കണ്ട്? പക്ഷേ എൻ്റെ കുഞ്ഞാപ്പു, അവൻ എന്ത് തെറ്റ് ചെയ്ത എല്ലാവരോടും? കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് അപ്പു പൊട്ടി പൊട്ടി കരഞ്ഞു. കുഞ്ഞാപ്പു അവളുടെ ഏങ്ങലടിയും ബഹളവും കണ്ട് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിറങ്ങി. എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ജീവിതം പന്ത് പോലെ തട്ടിത്തെറിപ്പിച്ചില്ലേ? ഒടുവിൽ എന്തിനായിപ്പോൾ എന്നെ കാണാൻ വന്നത്? എനിക്ക് കാണണ്ട. ഒരു ആശ്വാസത്തിന് ഒന്ന് പൊട്ടിക്കരയാൻ ഞാനൊരു തോൾ ആഗ്രഹിച്ചിരുന്നു. മാറിൽ ചേർന്നിരുന്ന് ഉറക്കെ പദം പറഞ്ഞ് കരയാൻ ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു. അന്നൊന്നും ആരും തിരക്കി വന്നില്ല അപ്പുവിനെ. ഇനി എനിക്ക് ആരെയും കാണണ്ട. ഇനി അപ്പു ആരും പറയുന്നത് കേൾക്കില്ല. ഒരിക്കലൊന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ചോദിക്കണമെന്നുണ്ടായിരുന്നു പലതും. അതും കഴിഞ്ഞു. ഇനി അപ്പു ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തിരിക്കില്ല. ഒരിക്കൽ മാഷിന് തന്ന വാക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് അപ്പു പോവും, എന്നേക്കുമായി പോവും. മതിയായി എനിക്ക് ഈ ജീവിതം. അതും പറഞ്ഞ് അപ്പു ചുമരിൽ തലയടിച്ചു കൊണ്ടേയിരുന്നു. അനീഷും രഘുവും അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അതിനു മുൻപേ തന്നെ നന്ദൻ അവളെ പിടിച്ചു മാറ്റി. എന്നെ പിടിക്കണ്ട, എന്നെ ആരും തടയണ്ട, തൊട്ടുപോകരുത് എന്നെ. വീണ്ടും നന്ദൻ്റെ കൈകളിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചവളെ നന്ദൻ തടഞ്ഞു നിർത്തി. അപ്പു വീണ്ടും ബലം പ്രയോഗിച്ചപ്പോഴേക്കും നന്ദൻ അപ്പുവിൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഇടത് കൈ കൊണ്ട് കവിളിൽ അമർത്തി പിടിച്ച് അപ്പു നന്ദൻ്റെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പറ്റുന്നില്ല മാഷേ, അപ്പുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? നെഞ്ച് വിങ്ങി പൊട്ടുക. അവസാനിപ്പിച്ചോട്ടെ മാഷേ ഞാൻ ഈ ജീവിതം. അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിച്ചുകൂടെ? അത്രയും കരുണയെങ്കിലും എന്നോട് കാട്ടിക്കൂടെ? നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയ അപ്പുവിനെ നന്ദൻ കൈകളിൽ കോരിയെടുത്തു. സോറി മോളെ, നിന്നെ അടിച്ചുപോയി. മയങ്ങിക്കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി നന്ദൻ പറഞ്ഞു. അവളെയും എടുത്ത് ഹാളിനുള്ളിലേക്ക് കടന്നു. അവിടെയുള്ള ദിവാൻ കോട്ടിൽ കിടത്തി. അപ്പോഴേക്കും സുമി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു. നന്ദൻ സുമിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി അപ്പുവിൻ്റെ മുഖത്തേക്ക് തളിച്ചു. അപ്പു കണ്ണുകൾ വലിച്ചു തുറന്നു. വേഗത്തിൽ ചാടി എഴുന്നേറ്റ് കുഞ്ഞാപ്പുവിനെയും മാറോട് ചേർത്തു. ആരും വേണ്ട അപ്പുവിന്, ഇനി ആരും വേണ്ട. ഇത്രയും നാൾ മരിച്ച് ജീവിച്ചത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. അവൻ മാത്രം മതി എനിക്ക്. ഈശ്വരൻ എനിക്ക് വേണ്ടി കരുതിയ എൻ്റെ പൊന്നുമോൻ. മനസ്സ് കൈവിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ അപ്പു പുലമ്പിക്കൊണ്ടേയിരുന്നു. കുഞ്ഞാപ്പു അവളുടെ കൈകളിൽ ഇരുന്ന് അമർന്നു. സുമി വേഗം വന്ന് അപ്പുവിൻ്റെ കൈകളിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. എല്ലാം കണ്ടുകൊണ്ട് ചുമരും ചാരി നിന്ന് രഘു കരഞ്ഞു. വിലയ്ക്ക് വാങ്ങിക്കൊടുത്ത മകളുടെ വിധിയെ ഓർത്ത്. കരയാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല രഘു, ഭാർഗവൻ അയാളോട് പറഞ്ഞു.
തൻ്റെ ഒരാളുടെ വാശി കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവരുടെ ഇഷ്ടം നടത്തി കൊടുക്കാമായിരുന്നില്ലേ? എങ്കിൽ ഇന്നത് കാണേണ്ടി വരുമായിരുന്നു. ഭാർഗവന് എത്ര പറഞ്ഞിട്ടും രോഷമടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പു പേടിച്ചരണ്ടതുപോലെ ചുമരിലേക്ക് ചാരിയിരുന്നു. അവളുടെ മനസ്സ് കൈവിട്ടു പോവുകയാണെന്ന് നന്ദന് മനസ്സിലായി. താൻ കാരണം ഇനി അതുകൂടി വേണ്ടെന്നോർത്ത് നന്ദൻ പുറത്തേക്കിറങ്ങി. വിഷ്ണുവും ഭാർഗവനും അവൻ്റെ ഒപ്പം പുറത്തേക്കിറങ്ങി. നന്ദൻ പുറത്തേക്കിറങ്ങുന്നത് കണ്ട് കുഞ്ഞാപ്പു സിമിയുടെ കയ്യിൽ നിന്നും ഊർന്ന് താഴേക്കിറങ്ങി നന്ദനടുത്തേക്ക് വന്നു. നന്ദൻ വേഗം കുഞ്ഞിനെ വാരിയെടുത്തു. കുഞ്ഞാപ്പു നന്ദൻ്റെ തോളുകളിൽ കൈയിട്ട് അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കുഞ്ഞാപ്പുവിന് നന്ദനോടുള്ള അടുപ്പം ഏവരെയും അത്ഭുതപ്പെടുത്തി. നന്ദൻ ഇറങ്ങാൻ നേരം സിമി വന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞാപ്പു കാറി നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അകത്തുനിന്നും അപ്പു പുറത്തേക്ക് ഇറങ്ങി വന്നു. നന്ദനെ നേരെ കൈയിട്ട് ഇളക്കിക്കൊണ്ട് കുഞ്ഞാപ്പു കരയുകയാണ്. അവൻ്റെ ഒപ്പം പോകുന്നതിന് വേണ്ടിയാണ് കുഞ്ഞാപ്പുവിൻ്റെ ഈ കരച്ചിൽ. അപ്പു കുഞ്ഞിനെ സിമിയിൽ നിന്നും വാരിയെടുത്ത് മുറിക്കുള്ളിലേക്ക് പോയി. നന്ദനും വിഷ്ണുവും ഭാർഗവനും കൂടി കാറിൽ കയറി അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു.